ബിഗ് ബോസ് താരം രേണു സുധിക്ക് വേണ്ടി PR വർക്ക് എടുത്തവരെ പറ്റിയുള്ള ചർച്ച ചൂടുപിടിക്കുന്നതിനിടെ രേണുവിൻ്റെ ആർമി ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. ഫൈനൽ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ രേണു ബിഗ് ബോസിൽ പോയ ശേഷം തൻ്റെ വീടിന് അജ്ഞാതർ ബൈക്കിൽ റൗണ്ട് അടിക്കുന്നതായും വിദേശത്ത് നിന്ന് അജ്ഞാത കോളുകൾ ലഭിക്കുന്നതായും നോബൽ ഫിലിപ്പ് വെളിപ്പെടുത്തി. കണ്ടുപരിചയമില്ലാത്ത ആചാരഭാവുക്കളായ പുരുഷന്മാരാണ് വീടിന് സമീപം എത്തുന്നത്. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ബിഷപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. രേണു സുധിയും വീട്ടുകാരും തന്നെ ഇനിയും ആക്ഷേപിക്കുന്നത് തുടർന്നാൽ നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാകും. രേണുവിനും പിതാവ് തങ്കച്ചനും എതിരായാണ് പരാതി കൊടുക്കുന്നത്. ബിഷപ്പ് ഫൈനൽ ന്യൂസിനോട് പറഞ്ഞു. ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് തന്നെ ആക്ഷേപിക്കുന്ന നിലയിൽ രേണു അഭിമുഖത്തിൽ സംസാരിച്ചു എന്ന് ബിഷപ്പ് പറയുന്നു. താൻ എന്ത് തെറ്റാണ് രേണുവിനും കുടുംബത്തിനും ചെയ്തത്? അവരോട് തനിക്ക് വ്യക്തിപരമായി വൈരാഗ്യമില്ല, യാതൊരു ശത്രുതയുമില്ല. പിന്നെ എന്തിനാണ് തന്നെ ആക്ഷേപിക്കുന്നത്? താൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. തൃക്കുടിത്താനം പോലീസിനെ വിവരങ്ങൾ അപ്പോൾ അറിയിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന കാര്യം പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. CCTVയിൽ ദൃശ്യങ്ങൾ പതിയുന്നതിനാൽ ആരാണെന്ന് വേഗം കണ്ടെത്താൻ കഴിയും. രേണു സുധി തൻ്റെ സഭാംഗമല്ല. അവരുടെ കുടുംബവുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. എന്നാൽ തൻ്റെ കുടുംബത്തെയും ബന്ധുക്കളെയും ആക്ഷേപിക്കാനാണ് ഇവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. രേണുവിൻ്റെ അഭിമുഖത്തിൽ തനിക്ക് സ്ഥിരതയില്ലെന്ന് പറയുന്നു. എന്നാൽ താൻ സ്ഥിരബുദ്ധിയോടുകൂടിയാണ് കൊല്ലം സുധിയുടെ മക്കൾക്ക് സ്ഥലം നൽകിയത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഭീഷണിയെപ്പറ്റി രേണുവിൻ്റെ കുടുംബക്കാരോട് സംസാരിക്കേണ്ട എന്നാണ് തനിക്ക് ലഭിച്ച നിയമോപദേശം. അതേസമയം പുതിയ സംഭവവികാസങ്ങൾ രേണു സുധിയെ എങ്ങനെ ബാധിക്കുമെന്നതിൽ ആശങ്കയിലാണ് അവരുടെ ആരാധക വൃന്ദം. ബിഗ് ബോസിലെത്തിയിട്ടും മികച്ച പ്രകടനം നടത്താൻ കഴിയാത്തത് രേണുവിൻ്റെ ജനപ്രീതിയെ ബാധിക്കുന്നതായി സംശയം ഉയർന്നിട്ടുണ്ട്. കൊല്ലം സുധിയുടെ ആത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബിഗ് ബോസിൽ പ്രവേശിച്ചു എന്ന് പറയുന്ന രേണു ബിഗ് ബോസിലെത്തിയ ശേഷം നിലപാട് മാറ്റിയതും ഇവരെ പിന്തുണച്ചിരുന്നവരെ ഞെട്ടിച്ചിട്ടുണ്ട്.